CPM ശൂരനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അനുസ്മരണം നടത്തി. ഓച്ചിറയിലാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത്. CPM ശൂരനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓച്ചിറയിൽ VS അനുസ്മരണം സംഘടിപ്പിച്ചത്. CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ആഗോളവൽക്കരണ നയങ്ങൾ ഏറ്റവും ശക്തമായിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലായിട്ടുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ പൊതുസേവന സംവിധാനങ്ങളുടെ സംരക്ഷിക്കുക, അതുപോലെ ക്ഷേമ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുഖ്യമന്ത്രി കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റെടുത്ത് നല്ല പ്രവർത്തനം സംഘടിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അതിനുവേണ്ടി CPM ശൂരനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി B ശശി അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ VS പ്രതിപക്ഷ നേതാവായ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് LDFന് കിട്ടിയത്. ഇവിടെ നാം കാണുന്നത് എന്താണ്? അവിടെയാണ് VS മറ്റുള്ളവരിൽ നിന്ന് വേറെ വ്യത്യസ്തനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അഡ്വക്കേറ്റ് N അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് B മുരളീധരൻ, PB സത്യദേവൻ, R അമ്പിളിക്കുട്ടൻ, അബ്ദുൾ ലത്തീഫ്, K സുഭാഷ്, സുരേഷ് നാരായണത്ത്, ബിന്ദു ശിവൻ, ബാബു കൊപ്പാറ എന്നിവർ പങ്കെടുത്തു. മനുഷ്യനെ മനുഷ്യനായി കരുതാതിരുന്ന ഒരു കാലത്ത്, രാജഭരണത്തിന്റെ കാലത്ത്, ഫ്യൂഡലിസത്തിന്റെ കാലത്ത്, പാവപ്പെട്ട മനുഷ്യന് റോഡിലൂടെ നടക്കുവാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത്, കുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ അവകാശമില്ലാതിരുന്ന കാലത്ത്, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത്, ദേശീയ പ്രസ്ഥാനത്തിനോടൊപ്പം വളർന്നു വന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും അതിനുശേഷം രൂപീകൃതമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കേരളത്തിലെ മനുഷ്യന് സമ്മാനിച്ചതാണ് ആത്മാഭിമാനം. നട്ടല് തളർന്ന് നടുവൊടിഞ്ഞ് കേണപേക്ഷിച്ചിരുന്ന ഒരു സമൂഹത്തെ നട്ടലുയർത്തിപ്പിടിച്ച് പോരാടുവാൻ കരുത്തു നൽകിയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി സഖാവ് P കൃഷ്ണപിള്ള കണ്ടെത്തിയതാണ് സഖാവ് VS. കല്ലൂർ മുക്കിൽ നിന്നും ഓച്ചിറ ടൗണിലേക്ക് പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.